പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തുവരും എന്ന് ഭയപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്നപ്പോ നേതാക്കന്മാര് പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി. 4 മാസത്തിനകം അതിന്റെ ക്ഷീണത്തിൽ അയാളും മരിച്ചു. അതിന്റെ ക്ഷതമേറ്റ് അയാളും മരിച്ചു. ഇന്നലെ KSU നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട്, കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. അവർ തീവ്രവാദികളാണോ? കൊടും കുറ്റവാളികളാണോ? എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ? അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ.